ഇനി നമ്മളെ വ്ളോഗ് പറയട്ടെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയാം. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നല്ല കുട്ടികളാണല്ലോ, എന്നാലും ചോദിക്കാം. ഇവരെ ക്രഷിന്റെ പേര് കണ്ടുപിടിച്ചാലോ? കുട്ടികളല്ല, ഇവരാണെന്നുണ്ടാവില്ല. നമുക്ക് ഇവരെ പെങ്ങന്മാരെ പേരായിക്കോട്ടെ. പെങ്ങന്മാരെ പേരൊക്കെ റിസ്ക് ആവോ? എന്താ വണ്ടി ക്രഷാണോ പെങ്ങന്മാരാണോ? പേടി എന്താ? ഹായ്, അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ മടവൂരാണ് കേട്ടോ. നമ്മൾ മടവൂർ CM മക്കാമിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താൻ കേട്ടോ. കാരണം നമ്മളെ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു കലയാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഉസ്താദിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാനെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ CM മക്കാമിലാണ്. അപ്പോൾ ഈ ഉസ്താദിൻ്റെ പ്രത്യേകത പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷൻ ഉസ്താദ് മാറിത്തരും. അങ്ങനത്തെ ഒരു കഴിവുള്ള വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടേണ്ട ആളും കൂടിയാണ് കേട്ടോ. ആളിത് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചിരുന്നു. കുറച്ച് നേരം വൈകിട്ടുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതവിടെ വാ, കാണിച്ചുതരാം. ഹലോ, അസ്സലാമു അലൈക്കും. പോകാൻ നിൽക്കണോ? നേരം വൈകുമോ? ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉസ്താദ്. പേര് പറഞ്ഞില്ല, ഷമീം അബ്ദുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു മോട്ടിവേറ്ററാണ്, നല്ലൊരു മെൻ്റലിസ്റ്റാണ്. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ടെൻഷനൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. ആ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം, ഉസ്താദിൻ്റെ കലാവിരുന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറാമത്തോ കാര്യങ്ങളൊന്നുമല്ല, ഉസ്താദിൻ്റെ കല ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഉസ്താദിന് ഒരുപാട് കഴിവുള്ള വ്യക്തിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾക്ക് ഉസ്താദിനൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഉസ്താദെ, വണ്ടി ഒന്ന് സൈഡൊക്കെ നമുക്ക് കാര്യങ്ങളിൽ പോയാൽ. ഉസ്താദെ, ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് ഉസ്താദുമാരെ ഞങ്ങൾ ഇതുപോയി കുറേ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ ഞാൻ വിടൂല കേട്ടോ. അതാരായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഉസ്താദിൻ്റെ കലാപരമായിട്ട് കഴിവെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അവർ കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇന്നൊരു കുറച്ച് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉണ്ട് അല്ലേ? ഉസ്താദെ, നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? എന്താന്ന് പറയാൻ പറ്റും? ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് മെന്റലിസം, അതിൻ്റെ കൂടെ തന്നെ മോട്ടിവേഷൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ, ഇന്ന് ലോകത്തുള്ള ജനസംഖ്യയുടെ ഒരു 90% എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല, ഒരുപാട് ടെൻഷൻ അടിമപ്പെട്ട്. അപ്പോൾ ഈ ടെൻഷനിൽ നിന്ന് എങ്ങനെ മുക്തമായിട്ട് നല്ലൊരു ജീവിതം നയിക്കുക, എന്തിനാണ് ടെൻഷൻ അടിച്ച് വെറുതെ ജീവിതം നമ്മുടെ പായാക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചർച്ച, ഒരു അഭിമുഖം. ഓക്കെ, അത് നമ്മൾ നിങ്ങൾക്കാണ്, കൂടെ എനിക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ ആദ്യം നമുക്ക് ഉസ്താദിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെന്റലിസം കാണാം അല്ലേ? അപ്പോൾ ഉസ്താദെ, ഇന്ന് മെന്റലിസം നമുക്ക് ആൾക്കാർ വേണ്ടേ? കാണോ. അപ്പോൾ അവിടുന്ന് ആളെ കിട്ടാൻ നമുക്ക് നമ്മള് സ്റ്റുഡൻസ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി ഇത് സെറ്റാക്കി വെച്ചെന്ന് പറയണ്ട, ഉസ്താദിനെ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, നമ്മൾ അവരെ കാണാൻ പോകും. എന്നിട്ട് നമുക്ക് ബാക്കി അവരെ വെച്ച് ചെയ്യാം കേട്ടോ. വാ ഉസ്താദെ, സാധാരണ നമുക്ക് എന്താ പറയുക, ഓരോരുത്തർക്ക് നമ്മൾ ചെയ്യും. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നമുക്ക് മൈൻഡ് റെഡി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കഴിയോ? ഇൻഷാ അല്ലാഹ് ഇവർ 4 പേരുടെ ഒരുമിച്ച് നമ്മൾ മൈൻഡ് റെഡി ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ CM സെന്റർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് പിന്നെ സ്കൂളിലെ HM-നുമായി സംസാരിച്ച് ആ സ്കൂളിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല കുട്ടികളെ തന്നെ തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള 5 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഓക്കെ, നമുക്ക് പരിചയപ്പെട്ടാലോ? ഓക്കെ, അസ്സലാമു അലൈക്കും. പേരും പറഞ്ഞില്ല. മുഹമ്മദ് മുക്സിത്ത്. സ്ഥലം കൊളപ്പുറം. ഇവിടെ എത്ര ക്ലാസ്സിലാണ്? ഇവിടെ 10ാം ക്ലാസ്സിൽ. അടുത്താളെ. എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ. ഞാൻ വരുന്ന കേശ്ശേരി എന്നാണ്. 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിലെ. ഓക്കെ. എൻ്റെ പേര് മുഹമ്മദ് അംജദ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പാണ്ടിക്കാട്. ഓക്കെ. എൻ്റെ പേര് മുഹമ്മദ് റാഷിൽ. ഞാൻ ചുള്ളിക്കോട് നിന്ന് വരുന്നു. ഓക്കെ. 10ാം ക്ലാസ്സാ? 10ാം ക്ലാസ്. എല്ലാവരും 10ാം ക്ലാസ് ആണോ? ഞാൻ മുഹമ്മദ് നാഫിഫ് KP. ഞാൻ പൂനൂരിൽ നിന്ന് വരുന്നു. ഞാൻ 10ാം ക്ലാസ്. അല്ല, അതിൽ ആരെങ്കിലും ഹാപ്പി ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഉസ്താദേ, എന്താണ് ശരിക്കും ഇവർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇന്ന് നമ്മൾ ഇവർ മനസ്സിൽ കരുതിയ 4 കാര്യങ്ങൾ, 4 ആൾ കരുതിയത് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ആരാണ് കരുതിയത്? അതായത് ആദ്യം പറഞ്ഞതല്ലോ. അല്ലല്ല, ഇവരുമായിട്ടുള്ള വന്നെന്ന് ചോദിച്ചാൽ ഞാൻ സെന്ററിലെ ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ ഇവരെ ഇവർ ആദ്യമായിട്ടോ എന്നെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും റെഡി അല്ലേ? തെറ്റി. അപ്പോൾ നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിലൊക്കെ പുറത്താവട്ടോ. ബേജാറുണ്ടോ? ഒരു ബേജാറും ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആകെ ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ. ഇല്ല ഇവിടെ ഇല്ലല്ലേ? നോക്കാം ഉസ്താദേ, തുടങ്ങാല്ലേ? ഓക്കെ. അപ്പോൾ എന്താ നമുക്ക് ഫസ്റ്റ് എങ്ങനെ പരിപാടി? ഇവർ 4 പേരുണ്ട്, മൊത്തം 5 പേരുണ്ട്. അതിൽ 4 പേരോട് ഇൻഷാ അല്ലാഹ് ഇവർക്ക് പിന്നെ ഒരു ടൂറിസ്റ്റ് നിലക്ക് ഇവർക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇവർ കരുതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇവർ കരുതി കഴിഞ്ഞാൽ 4 പേരുടെയും ഫേസ് നോക്കി
ഇവർ ഏത് രാജ്യത്തേക്കാണ് പോകാൻ കരുതിയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പറ്റില്ല. എന്നാൽ ആദ്യം തന്നെ ഫസ്റ്റ് വൺ ആയിക്കോട്ടെ അല്ലേ? ഫസ്റ്റ് വൺ ഇത് പിടിച്ചോ. ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ. നിങ്ങൾ ആ വിചാരിച്ച ആ രാജ്യം ഉണ്ടല്ലോ, രാജ്യത്തിന് മനസ്സ് കരുതിയില്ലേ? ഓക്കെ. ഇനി ഒന്നും പറയരുത്. നിങ്ങൾ വിചാരിച്ച അക്ഷരം എൻ്റെ ഈ ഇതിൻ്റെ പുറത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ അക്ഷരം ഇവിടെ ഉണ്ട് നിങ്ങൾ കരുതിയാൽ മതി. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് കരുതിയാൽ മതി. ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതിയോ? ഞാൻ ഒരുപാട് അക്ഷരങ്ങൾ പറയും. അപ്പോൾ അക്ഷരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. എസ് ഒന്നും പറയരുത്. എൻ ടി യു കെ നിങ്ങൾ കരുതിയ ആ രാജ്യം ഞാൻ നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. തുർക്കിയാണോ? യെസ്. ഓക്കെ. ഒരു ക്ലാപ്പ് വരോ? അതെങ്ങനെ സംഭവം? നമുക്ക് ബാക്കി അടുത്ത പോവാം. ഇൻഷാ അല്ലാ. നിങ്ങൾ കരുതിയ രാജ്യം മനസ്സ് കരുതിയാൽ മതി. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മാത്രം മനസ്സ് കരുതുക. ഫസ്റ്റ് ലെറ്റർ ഒരു ഫസ്റ്റ് ലെറ്റർ. ഇനി ഒന്നും നിങ്ങൾ പറയരുത്. 5 ലെറ്ററിൻ്റെ മുകളിൽ കാണോ താഴത്ത് കാണോ ജസ്റ്റ് ഒന്ന് കരുതിയാൽ മതി. പറയണ്ട ജസ്റ്റ് കരുതിയാൽ മതി. ഓക്കെ. ഇനി ഞാൻ കുറച്ച് അക്ഷരങ്ങൾ പറയും. എസ് ടി ഒന്നും വരണ്ട. എൻ ആർ യു വി. ഓക്കെ. ന്യൂസിലാൻഡാണോ കിട്ടി? ന്യൂസിലാൻഡാണോ? ഓക്കെ അല്ലേ? ഓക്കെ. ന്യൂസിലാൻഡ് പറഞ്ഞോളൂ. പേടിയൊന്നുമില്ല. അതിന്റെ എക്സ്പ്രഷൻ അല്ലേ? ഓക്കെ. അപ്പൊ അതും ശരിയായില്ലോ. അതെ, രണ്ടാള് സെറ്റ്. മൂന്നാമതാണ് വരാൻ പോണേ. മൂന്നാമത്തെ ആള് കുറച്ച് ബ്രില്യന്റ് ആണ് ആൾട്ടാ. ഒരാള് കുറച്ച് റഫാണ്. നമുക്ക് അടുത്ത ആളേക്കാൻ ഒന്ന് പോയാലോ? നടക്കൂലേ? ഇവിടെ നടക്കില്ല. ഫസ്റ്റ് ഇയാൾക്ക് പോയിട്ട് നമുക്ക് ഇയാൾക്കന്നെ വരാം. അങ്ങനെ? ഓക്കെ. ഇയാള് വിചാരിച്ച ഇത് കരുതിക്കോളി. ഫസ്റ്റ് ലെറ്റർ കരുതിക്കോളി. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ലെറ്റർ ഉണ്ട്. ഓക്കെ. അതിൻ്റെ അവസാനത്തെ ലെറ്റർ ഈ കയ്യിലുണ്ട്. ഓക്കെ. വളരെ ഒന്നും പറയണ്ട. വളരെ സിമ്പിളായുള്ള രാജ്യം നിങ്ങൾ കരുതിക്കണമെന്ന് സംശയമുണ്ട്. ഒന്നും പറയണ്ട. ഓക്കെ. ഖത്തറല്ലേ? ഓക്കെ. ഖത്തറാണോ? ഖത്തർ സംഗതി ഖത്തറിൽ നിങ്ങൾ പോകാൻ കരുതാൻ അവിടെ പറയുമ്പോ എന്താ ഒരു എക്സ്പ്രഷൻ എന്താ സംഭവം? മനസ്സിന് എന്താ തോന്നണേ? നമ്മള് മനസ്സ് കരുതിയൊരു സാധനം പെട്ടെന്ന് വെളിച്ചത്താവണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറെ ആൾക്കാരെ മനസ്സിലുള്ള സാധനം നമുക്ക് എടുക്കാൻ പറ്റും. സുഖമായിട്ട് എടുക്കാം. നമ്മൾ ഓൾറെഡി കൗൺസിലിംഗ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത്തരം ആളുകൾ വരുമ്പോൾ ഒരുപാട് പേര് പലതും മറിച്ച് വെച്ചിട്ടാണ് വരിക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഇവിടെ വന്നതിന്റെ ശേഷം പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി നമ്മളെ വ്ളോഗ് പറയട്ടെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നല്ല കുട്ടികളാണല്ലോ, എന്നാലും ചോദിക്കാം. ഇവളെ ക്രഷിന്റെ പേര് കണ്ടുപിടിച്ചാലോ? കുട്ടികളല്ല, ഇവരാണെന്നുണ്ടാവില്ല. നമുക്ക് പെങ്ങന്മാരെ പേരായിക്കോട്ടെ. പെങ്ങന്മാരെ പേരൊക്കെ റിസ്ക് ആവോ? എന്താ വേണ്ടി? ക്രഷ് ആണോ പെങ്ങന്മാരാണോ? പേടി എന്താ? പെങ്ങന്മാർക്ക് മൂന്നാൾക്ക് താല്പര്യം, അതുകൊണ്ട് അതന്നെ ആക്കല്ലേ. അപ്പൊ പെങ്ങന്മാരെ പേര് കണ്ടുപിടിച്ചനെ ആദ്യത്തെ മെന്റൽ സ്വീകാരട്ടത് ഇത് ചെയ്യാൻ പോണേ. പെങ്ങന്മാരെ പേര്, അതായത് ഉസ്താദായിട്ട് ആരും ബന്ധമില്ലാത്ത കുട്ടികളാണ്, ഇവർക്ക് ആർക്കും അറിയില്ല. അതൊക്കെ നമ്മൾ കുട്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ അത് സംഗതി പോരെ, സെറ്റല്ലേ? ഓക്കെ. എല്ലാവരും വന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ 9 നാൾ സമയം ചെയ്യാൻ പോകുന്നുണ്ടോ, ലൈവ് ചെയ്യാൻ വേണ്ടി പോകണേ. ഓക്കെ. മൈക്കൂടെ കൊടുക്കാം. നിങ്ങൾ കരുതിക്കോളൂ, പേര് കരുതിക്കോളി. പേര് കരുതുമ്പോൾ ഇപ്പോൾ ഒറ്റ പേരാണോ 2 പേരാണെന്നുള്ള ആദ്യം പറഞ്ഞുതരാം. അതായത് എൻ്റെ പേര് ഷമീം അബ്ദുള്ള. അതേമാതിരി 2 പേരാണോ അല്ല ഒറ്റ പേരാണോ? ഒറ്റ പേരാണോ 2 പേരാണോ? അത് പറഞ്ഞോളൂ. ഒറ്റ പേരാണ്. ഓക്കെ. ബോക്സ് ഉണ്ട്. ഞാൻ ഈ ബോക്സിൽ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാ ബോക്സ്. പിന്നെ അതിലൊന്നും ഇല്ലാന്ന് അവർക്കറിയാം. എൻ്റെ മൊത്തം നോക്കിയാ A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഈ ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതുക. ഓക്കെ. ഈ ലാസ്റ്റ് ലെറ്റർ. ഓക്കെ. N S T U V A E U N S R. ഓക്കെ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ എഴുതി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, മടക്കിയിട്ട്
പേര് എഴുതി കഴിഞ്ഞു. പേര് എഴുതി കഴിഞ്ഞു. ഓ ഇത്ര സിമ്പിളായിരുന്നു. ആ ഇതെന്ത് ഇത് ഇവിടെ വെക്കാം. ഇവിടെ ഇതിലോട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ ലാസ്റ്റ് എടുക്കാം. മൂന്ന് ഇനി മോൻ പറഞ്ഞോ പേര് പറഞ്ഞോ. ജുമാന. ഓക്കെ ഇനി മോൻ പറഞ്ഞോ. അടുത്ത കൊടുക്കും പേര് ജുമാന. അതിന് നമ്മൾ ലാസ്റ്റ് നോക്കാം. ഇനി മോനെ എൻ്റെ സ്കൂളിൽ ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ? ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ പുറത്താകും കുഴപ്പമില്ല, എവിടെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടത്തിൽ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ വിചാരിച്ചാൽ മതി. നല്ലൊരു ആദ്യം തന്നെ പറഞ്ഞോ, ഒറ്റ പേരാണോ 2 പേരാണോ? ഒറ്റ പേര്. ഓക്കെ 2 പേരാണ്. ആ ഓക്കെ 2 പേര് കുറച്ച് പറയുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. തുടങ്ങിക്കോ, മനസ്സ് കരുതിക്കോ. അതിൽ ഫസ്റ്റത്തെ പേര് മാത്രം കരുതിക്കാം. പറയണ്ട. A B C D F G H I J K L M N O P Q R S T U V W X Y Z. ആ ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതിക്കാം. A N S T U E M N R. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ തുടക്കത്തിലെ ലെറ്റർ മാത്രം കരുതിയാൽ മതി. S N R T U V X N U. ഓക്കെ. നമ്മുടെ എഴുതണ പലവും ഇങ്ങനെ എഴുതണ മാതിരി കാണിക്കാം. ഒന്നും കരുതണം. ഓക്കെ എൻ്റെ മുഖത്ത് മാത്രം എഴുതട്ടെ. വെറുതെ എഴുതണ മാതിരി കാണിക്കും. അതൊക്കെ എന്ത് ചെയ്യണ്ട, നീ ഒരു എക്സ്പ്രഷൻ തരരുത്. ഓക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതും അതേപോലെ ഇതിനെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. 2 പേപ്പറായി. ഞാൻ പേര് പറഞ്ഞു. റബീഹ് ജീലി. ഓ ഭയങ്കര ടഫുള്ള പേരായിരുന്നല്ലോ. ജീലി. ഓക്കെ. ഇനി മൂന്നാമത്തെ ആൾക്കാർ ഒരു വ്യത്യസ്ത രാജിക്കാൻ ഇവിടെ 3 സാധനങ്ങളുണ്ട്. 3 സാധനങ്ങൾ. ഇതെന്താണ്? ഇത് ഫോണാണ്, ഇത് ബാഗാണ്, ഇത് മൊബൈൽ. നമ്മുടെ പലതും ഇങ്ങനെ എഴുതണമാരി കാണിക്കും. നീ അതിലേക്ക് നോക്കുക, എഴുതണയിലേക്ക് നോക്കുക. അതിലേക്ക് നോക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ പലതും എഴുതണമാരി കാണിക്കാം. ഒന്ന് വിചാരിച്ചാൽ അതിലേക്ക് തന്നെ നോക്കിക്കോട്ടോ. അതിലേക്ക് തന്നെ 3 കാര്യത്തിലേക്ക് നോക്കിക്കോ. ഓക്കെ. മൊബൈൽ അല്ല, ഈ കുട്ടിൻ്റെ നോട്ടൊക്കെ വടക്കായി കണ്ട. നാളെ വേറെ പോയി തരാം. ഞാൻ പലതും ഇങ്ങനെ എഴുതിയിട്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം സ്പ്രെഡ് ചെയ്ത് ഇവിടെ 3 ഉത്തരം ഇവിടെ ആദ്യം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ ആദ്യം നമുക്കൊരു വ്യത്യസ്ത ആയിക്കോട്ടെ. ഒരു ഇഷ്ടമില്ലാത്തൊരു സാധനം, ഇതൊരു ഇഷ്ടമുള്ളതായിക്കത്. ഇനി ഇഷ്ടമില്ലാത്ത സാധനം എടുത്ത് ഒഴിവാക്കും. ഇത് 3 കാര്യങ്ങളുണ്ട്. ഇഷ്ടമില്ലാത്തൊരു സാധനം എടുത്ത് ഒഴിവാക്കിയാൽ മതി. താല്പര്യമില്ലാത്ത സാധനം ഇതൊന്ന് അവരെ മുമ്പ് തന്നെ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ആ 3 കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. എല്ലാവരും വരി കണ്ടോളി. ഫോൺ കയ്യടിക്കാൻ വരാം. എന്ത് മനുഷ്യന്മാരാ കൊണ്ടോ ഫോൺ. അതായത് അവന് ഇഷ്ടമില്ലാത്ത സാധനം എടുത്തു ഫോണ്. അത് തന്നെയാണ് ഈ പേപ്പറിൽ വന്ന ഫോണ്. ഓക്കെ അടുത്തേ എന്താ? ജുമാന. അതിൽ വിചാരിച്ച് ഇതാണ് മകളെ പേര് ജുമാന. ഓക്കെ അടുത്തേ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് അടുത്ത് പൊളിക്കാൻ പോണേ. എന്താണ്? റബീഹ് ജീലിയ. നിന്റെ ആളോടെ അതങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞിട്ട് നോക്കി തെറ്റല്ലേ? എന്ത് തോന്നുന്നു? നല്ലത്. എല്ലാവരും മാഷാ അല്ലാഹ് പറ. എല്ലാവരും പറ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു കേട്ടോ. കാരണം നമ്മളെല്ലാവരും 90% ആൾക്കാർ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരായിട്ട് ആരും ഉണ്ടാവില്ല. ഉസ്താദിനടുത്ത് നല്ലൊരു സംഭവം ഉണ്ട്, ഒരു മരുന്നില്ല ഉസ്താദെ. അത് ഈ മരുന്നിന് പൈസ ഇല്ല, നമ്മളെ കൊണ്ട് കഴിയണമാതിരി നിങ്ങൾക്കും പറഞ്ഞുതരാം. ഓക്കെ. അതുപോലെ തന്നെ ഈ 2 കുട്ടികൾ ഇതാണ്ടോ, ഇവരെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. പേരെന്താണ്? മുഹമ്മദ് റൈഹാൻ. ഓക്കെ. പേര് സ്ഥലം? പായോളി. ഓക്കെ. പേര്? ഇൻഷാദ്. സ്ഥലം? കൊല്ലം. അപ്പോൾ കൊല്ലത്തുള്ള ഇൻഷാദിന് ടെൻഷൻ എന്താ? പഠിക്കാൻ. പഠനം. എന്താ പഠനത്തിൽ എന്താ ടെൻഷൻ?
പഠിച്ചത് മനസ്സിലാവാനായിട്ട്. മനസ്സിൽ നിൽക്കണില്ല അല്ലേ? അതായത് ബൈ ഹാർട്ട് ആണില്ല. സാരല്ല കേട്ടോ, മരുന്നുണ്ട്. നമ്മുടെ ടെൻഷൻ എന്തിനും എനക്കും പഠിച്ചിട്ടൊന്നും അധികം മനസ്സിലാവുന്നില്ല. ടെൻഷനൊക്കെ. താല്പര്യം ഉണ്ടല്ലോ അല്ലേ? പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ മനസ്സിലാത്ത കേടുള്ളൂ അല്ലേ? ഓക്കെ, മിനിറ്റ് കൊണ്ട് മാറ്റാം. ഇവർ പറഞ്ഞെന്താ വെച്ചാൽ ഇവർക്ക് പഠിച്ചിട്ട് മനസ്സ് നിൽക്കണില്ല. അതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ തന്നെയാണ്. അതിനെന്താ മരുന്നുള്ളത്? എന്താ? അതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ടെൻഷൻ വരിക എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ ടെൻഷൻ വരുന്നത് എന്നുള്ളതാണ് പ്രധാന ചർച്ച. ടെൻഷൻ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ടെൻഷൻ വരും. ഇതിന്റെ മെയിൻ കാരണം നമ്മുടെ ചിന്ത, ഓവർ തിങ്കിങ് എന്ന് പറയും. അത് നമ്മുടെ ചിന്ത ഒരു വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല വിഷയങ്ങളിലേക്കും ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ. ഇങ്ങനെയുള്ള ഒരു സംഭവം. ഇതെങ്ങനെ നിർത്താം? അപ്പോൾ ആദ്യം നമ്മൾ നിർത്തേണ്ടത് ഈ ഓവർ തിങ്കിങ്. നമ്മൾ ചെയ്യുന്ന ഓരോ വിഷയങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ വിഷയങ്ങളിലും കൂടി ചിന്ത കൊടുക്കാതെ ഓരോ വിഷയങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെ ടെൻഷൻ അകറ്റാം. പിന്നെ ടെൻഷൻ അകറ്റുക ഈ വിഷയം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഒരു മനുഷ്യനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ പല ആൻസറും വരിക. പക്ഷേ ഞാൻ പറയും ഏറ്റവും വലിയ അവയവം അത് മനസ്സാണ്. തീർച്ചയായിട്ടും ഈ മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാതെ അതിനൊരു കടിഞ്ഞാനിടാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചൊരു ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു ഉറക്ക് കിട്ടണം. കൃത്യമായ ഉറക്ക് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ മൈൻഡ് കട്ടായി പോകും. ഒരു മിനിറ്റ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ, എത്ര സമയത്ത് ഉറങ്ങി? ഏത് സമയത്ത് ഉറങ്ങല്? ഒരു 11 മണിയൊക്കെ. 11 മണി എപ്പോൾ ഉറങ്ങല്? അതൊരു പ്രധാന വിഷയമാണ്. മിക്ക മലയാളികളും അവരുടെ ഉറക്ക് രാത്രിയിൽ കിട്ടേണ്ട ഉറക്ക്, അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ക്ലോക്ക് ഉണ്ട്. അത് 12 മണിന്റെ മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിന് 2 മണിക്കൂർ ഉറക്ക് മസ്റ്റായിട്ട് കിട്ടണം. 12 മണിന്റെ മുന്നായിട്ട് 2 മണിക്കൂർ മസ്റ്റായിട്ട് കിട്ടണം. ഇത് മിക്ക മലയാളികൾക്കും കിട്ടുന്നില്ല. ഇതൊരു പ്രധാന വിഷയമാണ്. പിന്നെ നേരത്തെ ഉണരുക എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് അധിക പേർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നേരത്തെ ഉണരുന്ന സമയത്ത് തന്നെ നമ്മൾ മടിയന്മാരായിട്ടാണ് അധിക പേരും എഴുന്നേൽക്കുന്നത്. നമ്മൾ അലാറം വെക്കും. ഒരു ഉദാഹരണത്തിന് ഒരു 5 മണിക്ക് അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റു. ഈ 5 മണിക്ക് ഫസ്റ്റ് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ അലസത പറയാണ് ഒരു 5 മിനിറ്റും കൂടി കിടന്നിട്ട് നീക്കാം. ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് മടി, ഈ അലസതയുടെ റിസൾട്ടാണ്. വീണ്ടും 5 മിനിറ്റ് കിടക്കാം, വീണ്ടും 10 മിനിറ്റ് കിടക്കാം, 10 മിനിറ്റ് കിടക്കാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആദ്യം തന്നെ ഒരു അലസന്മാരാക്കി. നമ്മൾ നീച്ച ഉടനെ തന്നെ എഴുന്നേറ്റ്, നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. ഈ മുസ്ലിങ്ങളല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു എഴുന്നേറ്റ് നല്ല രാവിലെ തന്നെ പോസിറ്റീവായ ചിന്തകളിലേക്ക് മാത്രം കൊണ്ടുപോയി. അതായത് ഇനിയിപ്പോൾ മറ്റുള്ള മതക്കാരാണെങ്കിൽ അവരുടെ ദൈവങ്ങളെ വിളിച്ചിട്ട് നന്ദി പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം നല്ല നിലക്ക് എഴുന്നേറ്റല്ലോ, ഈ നിലയ്ക്ക് നന്ദി പറഞ്ഞ് എഴുന്നേൽക്കാൻ വേണ്ടത്. ഉസ്താദിന്റെ വാക്കുകൾ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്? ഒന്ന്, ഉറക്ക് ടൈം 10 മണിക്കാക്കുക. പഠിക്കാനോട്ടുള്ള കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടോ, എന്നാൽ മാക്സിമം ശ്രമിക്കുക. നേരത്തെ എപ്പോൾ എണീക്കണ്ടേ? ഒരു 4:45 ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ടോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ എന്തായാലും കണ്ടേലും പരിചയപ്പെട്ടാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉസ്താദ് നമ്മളെ പഴയ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത ഒരു സംഭവം നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലേ, അത് ഒന്നുകൂടെ ഹെവി ആയിട്ട് സാധനമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉസ്താദിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.